ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് വെറും ഒരു ഉപ്പേരി അല്ലെങ്കിൽ തോരൻ എന്ന് പറയാമെന്ന് തോന്നുന്നു. അത് വെക്കുന്നതാണ് കേട്ടോ. ഇത് കാണുമ്പോൾ കുക്കിങ്ങിൽ പ്രോ ആയവരൊക്കെ വിചാരിക്കും ഇവളിതിപ്പോൾ എന്തിട്ട് കാണിക്കുന്നത്, ഒരു വെറും ഒരു ഉപ്പേരി വെക്കുന്നുള്ളൂ, അത്ര വലിയ കാര്യമായിട്ട് കാണിക്കണമെന്ന്. പക്ഷേ ഉപ്പേരി ആവണമെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത ആണോ പെണ്ണോ അറിയണമെന്നില്ല. അപ്പം ഞാൻ തുടക്കത്തിലൊക്കെ ചെയ്ത കുറച്ച് മിസ്റ്റേക്സ്, അതിൽ നിന്ന് പഠിച്ച കുറച്ച് പാഠങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ക്യാരറ്റ്, ബീട്രൂട്ട്, പൊട്ടറ്റോ ഇത് ചേർത്തിട്ടുള്ള ഒരു ഉപ്പേരിയാണ് കേട്ടോ. പൊട്ടറ്റോണ് ലാസ്റ്റ് ചേർത്ത് കൊടുത്തത്. പൊട്ടറ്റോ അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മനോഹരമായ കളർ മാറി ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് വരുന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു, വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും അങ്ങനെ ആയ കാരണം കൊണ്ടാണ് ഈ ഒരു കളറിലേക്ക് വന്നത് കേട്ടോ. പിന്നെ ഇത് ഞാൻ തയ്യാറാക്കുന്നത് ഒരു പാത്രത്തിലേക്ക് ആദ്യം വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ചേർത്ത്, കടുകൊക്കെ പൊട്ടി റെഡിയായി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ വെജിറ്റബിൾസ് ചേർത്ത് വെക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിലേക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് പിന്നെ ഉപ്പും ചേർത്ത് വീണ്ടും ഇളക്കി ഇനി അടച്ചു വയ്ക്കാം. ഒരു 3-4 മിനിറ്റ് അടച്ചു വെച്ചിട്ട് ഇനി അത് തുറന്നിട്ട് വീണ്ടും നന്നായി ഇളക്കാം. എന്നിട്ട് ഈ സമയത്ത് വേണം നമുക്ക് നാളികേരം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നാളികേരം ഇപ്പോൾ ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മൾ ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ കുറേ നേരമായിട്ട് ഇളക്കി നന്നായി ചൂടായി റെഡിയായി വരുമ്പോൾ ഉണ്ടല്ലോ, വൈകിട്ടായാലും ഈ ഒരു ഉപ്പേരി കേടാവില്ല. അല്ലാതെ നമ്മൾ ലാസ്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ ആ നാളികേരം ഒന്നും അധികം ചൂടാവില്ല. അങ്ങനെ ആകുമ്പോൾ അത് പെട്ടെന്ന് കേടാവാൻ സാധ്യതയുണ്ട്. ഏതായാലും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കാം. അപ്പോൾ ഇനിയാണ് നമുക്ക് ഉപ്പേരി ആവാനുള്ള പരിപാടിയിലേക്ക് കിടക്കുന്നത്. വേറെ ഒന്നുമല്ല, ഇത്രയും നേരം മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിരുന്നത്, ഇനി സിമ്മിലാണ് വെക്കുന്നത്. ഇനി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ആ ലോ ഫ്ലെയിമിൽ തന്നെ അവിടെ കിടക്കട്ടെ. അപ്പം നമുക്ക് ആ വെള്ളമൊക്കെ വറ്റി കിട്ടും. ഞാനിതിലെടുത്തിരിക്കുന്ന 3 വെജിറ്റബിൾസിനും ഒരേപോലുള്ള ഒരു സ്വഭാവമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ, അതായത് അത്യാവശ്യത്തിൽ കൂടുതൽ വാട്ടർ കണ്ടന്റ് ഉള്ളതാണ് ഈ 3 തമ്മിൽ ഭേദം തൊമ്മെന്ന് പറഞ്ഞ പോലെ ക്യാരറ്റിനാണ് കുറച്ച് കുറവുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ വെള്ളം മുഴുവൻ വറ്റിച്ചെടുത്താലാണ് ഉപ്പേരി ആവുള്ളൂ. നമ്മളിതുപോലെ കയ്യിലെടുക്കുമ്പോൾ ഇങ്ങനെ കട്ട കുത്തിരിക്കില്ലേ, അതല്ല ഉപ്പേരി പരുവം. ഇങ്ങനെ ഇതുപോലെ വീഴ്ത്തുമ്പോൾ ഒറ്റയ്ക്കായിട്ട് തുറുതുറൂന്ന് വീഴണം. അതാണ് നമ്മുടെ ഉപ്പേരി പരുവം. അങ്ങനെ കിട്ടണ വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. പച്ചക്കറി വെന്ത് കഴിഞ്ഞാൽ ഉപ്പേരി റെഡിയായി എന്ന് വിചാരിക്കരുത്. ഈ ഒരു പരുവം വരെ നമ്മൾ ഇളക്കി റെഡിയാക്കി എടുക്കണം. ഇതൊക്കെ പണ്ട് ഞാൻ ചെയ്തിരുന്ന മണ്ടത്തരങ്ങളാണ്. അപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ. സിനിമ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.